ഘടകകക്ഷികളോടൊന്നും തന്നെ കൂടിയാലോചിക്കാതെ PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും ആരോടും ഒന്നും പറയാതെ തന്നെയാണ് അത് ചെയ്തത്. അത് കഴിഞ്ഞ് ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞപ്പോൾ CPIയുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് ഇപ്പോൾ ധാരണാപത്രം മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തെഴുതുമെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഇനി ഇങ്ങനെ കത്തെഴുതുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അതോ CPIയെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കത്തെഴുതാമെന്നുള്ള ഒരു നിർദ്ദേശം വെക്കുന്നതാണോ? അത് അങ്ങനെയാകാനാണ് സാധ്യത എന്നാണ് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പദ്ധതി ഒപ്പിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നടപ്പിലാക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. സർക്കാർ പറഞ്ഞത് ഈ പദ്ധതിയിൽ ഒപ്പിട്ടതിന് ആരും അറിയാതെ പോയി ഒപ്പിട്ടതിന് ശേഷം അത് വിവാദമായപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പുറത്തു വന്ന് പറഞ്ഞ അതിന്റെ ന്യായീകരണം, അതിനൊരു കാരണമായിട്ട് പറഞ്ഞത് ഫണ്ടുമായി ബന്ധപ്പെട്ടാണ്. ഏതാണ്ട് സമഗ്ര ശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ട് 1500 കോടി രൂപ പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ ഇത്തരമൊരു ഇതിന് ഒപ്പുവെച്ചു കൊടുത്തത്. അതുകൊണ്ട് അതാണ് കാര്യം എന്നാണ് ശിവൻകുട്ടി അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഒപ്പം എന്നാൽ ഈ പറയുന്ന പോലെ PM ശ്രീയിൽ ഉൾപ്പെട്ടാൽ PM ശ്രീയിൽ നിന്നും ഏതാണ്ട് 5 വർഷം കൊണ്ട് 5 കോടി രൂപ എങ്ങാണ്ടാണ് ലഭിക്കുക ഒരു സ്കൂളിന് ലഭിക്കുന്നത്. അതിനകത്ത് തന്നെ 60% കേന്ദ്രത്തിന്റെ ഫണ്ട് വിഹിതം, ബാക്കി 40% സംസ്ഥാനം വഹിക്കണം. അതായത് 1 കോടി എടുക്കുകയാണെങ്കിൽ 60 ലക്ഷം കേന്ദ്രം തരുവാണെങ്കിൽ 40 ലക്ഷം നമ്മൾ എടുക്കണം. ആ രീതിയിൽ ഓരോ വർഷവും ഇത്ര സ്കൂളുകൾക്ക് 336 സ്കൂളുകൾ നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ ഓരോ വർഷവും അത്രയും തുക നമ്മൾ കണ്ടെത്തണം. ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്ന ഘട്ടത്തിലാണ് മറ്റൊരു ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഫണ്ടുമാണെങ്കിൽ നമുക്ക് വിഷയമില്ല. ഞാൻ പറയുന്നത് ഇത് NEPയുടെ വിഷയമല്ല കേട്ടോ. NEPയിൽ തന്നെ ഈ പറയുന്ന ഫണ്ട്, ആ ഫണ്ടിന്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിന് ഒരു അധിക ബാധ്യത വരുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് CPI വിമർശനം ഉയർത്തിയത് വലിയ വിവാദമായതിന് പിന്നാലെ അത് വിശദീകരിക്കാനായിട്ട് അതിന്റെ പിറ്റേന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. സത്യം പറഞ്ഞാൽ അത് ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കും ഈ പറയുന്ന മാധ്യമപ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം തന്നെ വളരെ പാഠപുസ്തകമാകേണ്ട ഒരു പത്രസമ്മേളനമാണത്. എങ്ങനെയാണ് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്ന് സെക്കൻഡുകൾ വെച്ച് മലക്കം മറിയുന്നത് എന്നതിന്റെ നല്ലൊരു ഉദാഹരണമാണ്. കാരണം അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുമ്പോൾ 2 സൈഡിലും ഈ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരിപ്പുണ്ട്. തൊട്ട് വലത് സൈഡിൽ ഇരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, മുൻ എറണാകുളം കളക്ടറായിരുന്ന NSK ഉമേഷാണ്. ഇടത് സൈഡിൽ 2 വനിതാ ഉദ്യോഗസ്ഥരിപ്പുണ്ട്. റൈറ്റ് സൈഡിൽ 2 പുരുഷ ഉദ്യോഗസ്ഥന്മാരുമാണ്. ഈ NEPയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ എന്താ പറയുക മാധ്യമപ്രവർത്തകർ തുടക്കം മുതൽ ചോദിക്കുന്നത്. കാരണം NEP എന്ന് പറയുന്നത് നടപ്പിലാക്കാൻ സംസ്ഥാനത്തിന് കഴിയില്ല എന്ന് ഇവര് നേരത്തെ തൊട്ട് പറയുകയാണല്ലോ. അതിനുള്ള ഒരു എന്താ പറയുക ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പാഠപുസ്തകത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരില്ല എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥർ കയറി ഇടപെടുന്നുണ്ട്. കാരണം മന്ത്രി ആദ്യം തൊട്ടേ ഇരുന്ന് വക്കുന്നകയാണ്. അദ്ദേഹത്തിന് ഒരു ക്ലിയർ സ്റ്റാൻഡ് ഇല്ല. അദ്ദേഹം ഇത് ഒപ്പിട്ട് പോയി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു. പക്ഷേ മാധ്യമങ്ങളുടെ മുന്നിൽ തന്റെ ആ സ്റ്റാൻഡ് ന്യായീകരിക്കാൻ, അതിനെ വിൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം നിന്ന് ബബ്ബ അടിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ആദ്യം ഒരു വനിതാ ഉദ്യോഗസ്ഥ ഇടപെടുന്നു. അവർ കുറെ കാര്യങ്ങൾ ക്ലാരിറ്റി ചെയ്യുന്നത് വാക്കുകളിലെ ചില സാങ്കേതികമായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ നോക്കിയത്. പക്ഷേ മാധ്യമങ്ങൾ തുടർച്ചയായിട്ട് ചോദിച്ചപ്പോൾ അവർക്കും പിടിവിട്ടുപോയി. പിന്നീട് ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എന്തൊക്കെയോ പറയുന്നുണ്ട്, അടുത്തിരിക്കുന്ന ആൾ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നിരിക്കുന്ന ചോദ്യങ്ങളോട് മതിയായ ഉത്തരം നൽകുന്ന മറുപടികളൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഇരിക്കെ മാധ്യമങ്ങൾ ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. NEPയുമായി ബന്ധപ്പെട്ട് ചോദിച്ച് അവസാനം സഹി കെട്ടിട്ട് ഈ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി NEP എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ NEPക്ക് എന്താണ് പ്രശ്നം? ഈ NEPക്ക് എന്താണ് നിങ്ങൾ കുഴപ്പം കാണുന്നത്? ലോകാവസാനം വരെ ഒരേ നയത്തിൽ പിടിച്ചിരിക്കാൻ പറ്റുമോ? അതൊന്നും പറ്റത്തില്ല. നയങ്ങൾ കാലത്തിനനുസരിച്ച് നയങ്ങൾ മാറ്റിയേ പറ്റൂ. ഞാൻ മാറി, നമ്മൾ തമാശയ്ക്ക് അദ്ദേഹം ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹം മാറി, നിങ്ങൾ മാറിക്കുമെന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നോക്കുക. മാധ്യമങ്ങളോടല്ല പറഞ്ഞത്, കേരളത്തോടാണ് പറയുന്നത്. ഇങ്ങനെ ശിവൻകുട്ടിക്ക് ഇല്ല പറയുന്ന പോലെ എന്താ പറയുക, കളസം മാറ്റി കാവ്യ കളസം കയറ്റിയിടുന്ന ലാഘവത്തോടു കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷെ അത് പൊതുസമൂഹം അതേ രീതിയിൽ എടുക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം എന്തുകൊണ്ടാണ് നിലപാട് മാറ്റിയെന്നുള്ളത് ഒരു കാര്യമില്ലാതെ അദ്ദേഹം ഞാനങ്ങ് മാറ്റിയെന്ന് പറഞ്ഞാൽ അതെങ്ങനെ കേരള പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയും? NEP അങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമല്ല. NEPയിലെ നിലപാടെന്ന് പറയുന്നത് അങ്ങനെ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ആ അദ്ദേഹത്തെ എക്സ്പോസ് ചെയ്ത ഒരു ഇതായിരുന്നു. അതിൽ ആ ഒരു എന്താ പറയുക, ആ NEP ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ശിവൻകുട്ടിയുടെ മറുപടി അദ്ദേഹത്തിന്റെയും ഈ സർക്കാരിന്റെയും CPMന്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ തന്നെ മനസ്സിലിരിപ്പ് പ്രകടമാക്കുന്നതായിരുന്നു. NEPയിൽ എന്താണെന്ന് ചോദിക്കുകയാണ്, മാധ്യമങ്ങൾ ചോദിക്കുകയാണ്. മാധ്യമങ്ങളൊന്നും അല്ല ഇത് പറഞ്ഞത്. മാധ്യമങ്ങളൊന്നും തന്നെ NEPക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇറങ്ങിയില്ല. ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ CPMന്റെ നേതാക്കളാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് NEP ഇതാണ്. 2016 ഇതുമായി ബന്ധപ്പെട്ട കരടിന്റെ ചർച്ചയിൽ അന്ന് സീതാറാം യെച്ചൂരിയുടെ കാലമാണ്. സീതാറാം യെച്ചൂരി എന്ന രാജ്യസഭയിലെ നേതാവാണ്, CPMന്റെ സഭാ നേതാവാണ്. അദ്ദേഹം ഈ കരട് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് 3 C ആണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. സെൻട്രലൈസേഷൻ, അതായത് കേന്ദ്രീകരണം, ഒപ്പം തന്നെ കമ്മ്യൂണലൈസേഷൻ, ഒപ്പം തന്നെ കൊമേഴ്സ്യലൈസേഷൻ, വാണിജ്യവൽക്കരണം, കമ്മ്യൂണലൈസേഷൻ,
സെൻട്രലൈസേഷൻ, ഈ 3C ആയിട്ടാണ് ഞാൻ ഇതിനെ ചുരുക്കി പറയുന്നത് എന്നാണ്. അത് സത്യമാണത്. 3 സംഭവങ്ങൾ, ആ 3Cയിൽ ഇതിനെ ചുരുക്കി പറയും NEP-യെ. അന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞതാണ്. അത് തന്നെയാണ് പിന്നീട് MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കളും കേരളത്തിലെ നേതാക്കളും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് വാദമായിട്ട് മുന്നോട്ട് പോയത്. BJP-യെ എതിർക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. പക്ഷെ അതൊക്കെ തന്നെ അവര് തണവൽഗണിച്ചുകൊണ്ട്, അതൊക്കെ തന്നെ വിസ്മരിച്ചുകൊണ്ടാണ് ഈ പദ്ധതിയിലേക്ക് ഒപ്പിട്ടുകയും പിന്നീട് ഈ പറയുന്ന NEP-ക്ക് എന്താണ് പ്രശ്നം എന്ന് മാധ്യമങ്ങളോട് ചോദിക്കും. മാധ്യമങ്ങളോടല്ല കേട്ടോ, മാധ്യമങ്ങൾ എന്ന് പറയുന്നത് കേരള പൊതുസമൂഹത്തിന്റെ ഒരു പ്രതിഷേധമാണല്ലോ. കേരളത്തോട് തന്നെ ചോദിക്കുകയാണ്, NEP-ൽ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? ഞങ്ങൾക്ക് പ്രശ്നമൊന്നും കാണുന്നില്ല, നിങ്ങൾ ഇതങ്ങ് അംഗീകരിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ അത്തരത്തിൽ എന്താ പറയുക, വല്ലാത്ത രീതിയിൽ കുഴഞ്ഞു പറഞ്ഞ ഒരു രീതിയിലേക്ക് കേരളത്തെ കൊണ്ടുപോയി, ആ മുന്നണിയെ കൊണ്ടുപോയി, സർക്കാരിനെ കൊണ്ടുപോയ ഒരു കാര്യമായിരുന്നു അത്. CPI-യെ പോലൊരു ഘടകകക്ഷിയെ രാഷ്ട്രീയമായി അപ്രസക്തമാക്കിയ ഒരു സംഭവമായിരുന്നു അത്. CPI വലിയ രീതിയിൽ ചുടിപ്പിച്ചു. കാരണം ഇത്രയും നാൾ എതിർത്ത ഒരു സംഭവത്തെ തങ്ങൾ അറിയാതെ 2024 തന്നെ തങ്ങൾ ഒപ്പിടാമെന്ന് CPM സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അവിടെ ഉറപ്പ് ലഭിക്കുന്നു. 2025 ആയപ്പോഴേക്കും ഒക്ടോബർ 16 ഇതിനിടയ്ക്ക് 2 തവണ മന്ത്രിസഭയിൽ ഇത് ചർച്ചയ്ക്ക് വരുന്നു, 2 തവണയും മാറ്റിവെക്കുന്നു. മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്ന വിഷയമാണ്. എന്നിട്ട് ഒക്ടോബർ 16 അത് പോയി ഒപ്പിടുകയാണ്. അപ്പോഴും ഈ പറയുന്ന പാവപ്പെട്ട CPI-യോ അവരുടെ മന്ത്രിമാർ, 4 മന്ത്രിമാരുണ്ട് CPI-ക്ക് മന്ത്രിസഭയിൽ, അവരറിയുന്നില്ല. 7 ദിവസം കഴിഞ്ഞ് 23-ാം തീയതി മാധ്യമങ്ങൾ വൈകിട്ട് ഇത് വാർത്ത ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ മാധ്യമങ്ങളിലൂടെയാണ് ഈ CPI നേതാക്കൾ ഈ വിഷയം അറിയുന്നത്. അത് അവർക്ക് അതിനകത്തുണ്ടായ ഒരു ഇതുണ്ടല്ലോ, അത് തൊട്ടടുത്ത ദിവസം പാർട്ടിയുടെ മുഖപത്രമായ ജനയുഗത്തിലെ 1-ാമത്തെ പേജിൽ വാർത്ത കൊടുക്കുന്ന അതിന്റെ ഹെഡിങ്ങിലുണ്ട്, NEP-യിൽ PM ശ്രീയിൽ കേരളം ഒപ്പുവെച്ചെന്ന്. മനസ്സിലായില്ലേ? മാധ്യമങ്ങൾ പറയുന്നത് ഇങ്ങനെ ഒപ്പുവെച്ചെന്ന്, ഞങ്ങളും അതങ്ങനെ പറയുന്നു. മാധ്യമങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സമീപനമാണ് CPM കാണിച്ചത്. അപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കേണ്ട ഒരു ബാധ്യത CPI-ക്ക് വന്നു. അത് എന്താ പറയുക, അവരുടെ ഈ പറയുന്ന ദേശീയ സംസ്ഥാന കൗൺസിലും ഒക്കെ കഴിഞ്ഞിട്ട്, നിർവാഹക സമിതിയൊക്കെ കഴിഞ്ഞിട്ട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വളരെ ശക്തമായിട്ടാണ് വിമർശനം ഉന്നയിച്ചത്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതെന്ത് സർക്കാരാണ്, എന്ത് കൂട്ടുത്തരവാദിത്തമാണിത്? ഈ സർക്കാരിന് ഇങ്ങനെ പോകാൻ കഴിയില്ല, LDF-ന്റെ വഴി ഇതല്ല, ഈ സർക്കാരിന്റെ വഴി ഇതല്ല, ആ എന്ത് സർക്കാരാണ് ഇതെന്നുള്ള ചോദ്യം അത് കൊള്ളേണ്ട അടുത്ത് കൊണ്ടിട്ടുണ്ട്. CPM-നെ വല്ലാതെ ഉലച്ചു പോയൊരു ചോദിച്ചൊരു സംഭവമാണ്. കാരണം ഒരു കൂട്ടുത്തരവാദിത്തമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഇരട്ടച്ചങ്കൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു നേതാവ് ഒരു കൂട്ടുത്തരവാദിത്തം ഇല്ലാത്ത രീതിയിലൊക്കെ ആ സർക്കാരിനെ മുന്നണിയെ കൊണ്ടുചെന്നു എന്ന് തൊട്ടടുത്ത 2-ാമത്തെ ഘടകകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി വിളിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഇമ്പാക്ട് ചെറുതല്ല. അത് CPM-നെ വല്ലാതെ പിടിച്ചുലച്ചിട്ടുണ്ട്. ഇന്നവരെ മന്ത്രിസഭയോഗം നടക്കാണ്ടിരിക്കെ നേരത്തെ തന്നെ പറഞ്ഞു മന്ത്രിസഭയോഗത്തിൽ തങ്ങൾ പങ്കെടുക്കത്തില്ല. അതിന് മുന്നോടിയായിട്ട് ആണ് ഈ പറയുന്ന വലിയ രീതിയിലുള്ള ചർച്ചകളും ഒക്കെ തന്നെ നടത്തി ഒരു അമിക്കബിൾ സിറ്റുവേഷനിലേക്ക്, സെറ്റിൽമെന്റിലേക്ക് എത്തുന്നത്. അതിന്റെ എന്താണ് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് CPM മുന്നോട്ട് വെക്കുന്ന ഒരു ഉപാധി എന്ന് പറയുന്നത് ഈ MOU-വിൽ നിന്നും നമ്മൾ പിന്മാറാൻ, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് സന്നദ്ധമല്ല എന്ന് അറിയിച്ചുകൊണ്ട്, പിന്മാറുന്നു എന്ന് അറിയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്തെഴുതാമെന്നതാണ്. ഒപ്പം തന്നെ ഇത് നടപ്പിലാക്കുന്നത് മാറ്റിവെക്കുക, അത്തരം ചില കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. കേന്ദ്ര സർക്കാരിന് കത്തയച്ചതുകൊണ്ട് ചേച്ചി നേരെ ചോദിച്ചവർ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതാണ് ഉയരുന്ന ഒരു ചോദ്യം. അത് നമുക്ക് പ്രഥമ ദൃഷ്ടിയെ നമുക്ക് ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അങ്ങനെ ഇന്നലെ നമ്മൾ പോയി ഒപ്പിട്ടിട്ട് പിറ്റേന്ന് വന്നിട്ട് ഞങ്ങളിത് പിന്മാറുന്നു എന്ന് പറയാനായിട്ട്, നമുക്കിത് വേണ്ട എന്ന് പറയും. നമ്മൾ കടയിൽ പോയി ഒരു സാധനം മേടിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയും, തിരിച്ചുകൊണ്ട് കൊടുത്ത് മേടിക്കുന്ന പോലത്തെ ഒരു സംഭവമല്ല. ഇതിന്റെ MOU-നകത്ത് അവസാനം ഒരു ക്ലോസ് പറയുന്നുണ്ട്, DOSC ആൻഡ്, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, MOE മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് GOA ഗവൺമെന്റ് ഓഫ് ഇന്ത്യ reserves the right to rescind, cancel, terminate the agreement in the interest of public by giving a notice of 30 days. അതായത് ഇത് പിൻവലിക്കണമെങ്കിലും റദ്ദാക്കണമെങ്കിലും അതിന്റെ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണ അധികാരി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ്. അതെന്തെങ്കിലും പൊതു താല്പര്യപ്രകാരം അവർക്ക് 30 ദിവസത്തെ മുന്നോടി ഒരു നോട്ടീസ് അറിയിച്ചുകൊണ്ട് ആ പദ്ധതിയിൽ നിന്നും പിന്മാറാമെന്നാണ് പറയുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരാണ് അതിന്റെ പരമാവധി അതോറിറ്റി, കേന്ദ്ര സർക്കാരിന്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ഞങ്ങൾ പിന്മാറുന്നു എന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്താലും അത് കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ട് അംഗീകരിക്കണമെന്നില്ല. നമ്മളിപ്പോ ഈ എന്താ പറയുക, മ്യൂച്വൽ ഡിവോഴ്സ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഭാര്യയും ഭർത്താവും തമ്മിൽ മ്യൂച്വലായിട്ട് അത്തരം ഒരു ക്ലോസ് ഒന്നും ഇതിനകത്തില്ല. ഒരു പദ്ധതിയിൽ നിന്ന് പിന്മാറണമെങ്കിൽ നമുക്ക് 2 പേർ കൂടെ സംസാരിച്ചില്ലെങ്കിൽ തുല്യ താല്പര്യത്തോടെ പിന്മാറാമെന്ന് പറയുന്ന അത്തരം ഒരു ക്ലോസ് ഇതിനകത്തില്ല. ഇത് കേന്ദ്ര സർക്കാരാണ് പറയുന്നത്. നിങ്ങൾ ഇത് ഒപ്പിട്ട് കഴിഞ്ഞാൽ അന്ന് മുതൽ അടുത്ത 2 വർഷത്തേക്ക് 2027 ഈ പദ്ധതി അവസാനിക്കുന്നത്. അതുവരെ ഈ പദ്ധതി നടപ്പിലാക്കാൻ നിങ്ങൾ ബാധ്യസ്ഥമാണ് എന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിനകത്ത് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കണം. CPI-യെ നിലവിൽ ഒരു പക്ഷേ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, സമാധാനിപ്പിക്കാൻ, കാരണം വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പൊ നിന്നത്. ഈ മന്ത്രിസഭാ യോഗത്തിൽ CPM മന്ത്രിമാർ പങ്കെടുത്തില്ലെങ്കിൽ പിന്നെ പിണറായി വിജയന്റെ ധാർമ്മികമായിട്ട് ആ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല. കാരണം ഈ 9.5 വർഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സർക്കാരാണ്. അതിൽ അവസാന നിമിഷം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇത്തരം ഒരു പ്രതിസന്ധി വരിക ഒരു
പ്രധാനപ്പെട്ട ഘടകകക്ഷിയിലെ 4 മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ വിട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. അത് പിണറായി വിജയനും CPM-നും LDF-നും ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയമായ തിരിച്ചടി അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം ഒരു രീതിയിൽ ചർച്ചയിലേക്ക് അവർ പോയത്. ഒരു ICP അനുനയിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് നമുക്ക് പോയത്. അതിന് CPI ഇപ്പോൾ അനുനയത്തിന് വഴങ്ങുമോ എന്നുള്ള കാര്യം നമുക്ക് ഒരുപക്ഷെ അത് വഴങ്ങാത്തവർക്ക് നിർവാഹമില്ല. കാരണം കേന്ദ്രത്തിന് അറിയിക്കാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് തൽക്കാലത്തേക്ക് അവരൊന്ന് വഴങ്ങാനാണ് സാധ്യത. ഇനിയിപ്പോൾ കേന്ദ്രത്തിന്റെ കയ്യിലാണ് ഇതിന്റെ കടിഞ്ഞാണിരിക്കുന്നത്. അവര് ഏത് രീതിയിലാകും ഇതിനോട് എന്താ പറയുക പ്രതികരിക്കുക എന്നത്. ഇനിയിപ്പോൾ സംസ്ഥാനത്തിന്റെ പൂർണ്ണമായ ഒരു താല്പര്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ പിന്മാറാനുള്ള അനുമതി കൊടുക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന കാണാം. എന്തായാലും CPI-യെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയമായിട്ടൊരു വലിയ വിജയം നേടിയിരിക്കുന്നു. ഇതിനു മുൻപ് ഒരു സമാനമായ രീതിയിലൊരു എന്താ പറയുക ശക്തമായ ഒരു പ്രതികരണം നടത്തിയത് 2016-ലാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ 1ാം ഘട്ടത്തിലാണ്. അന്ന് ഈ തോമസ് ചാണ്ടി NCP-യുടെ മന്ത്രി, അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ കായൽ കയ്യേറി അദ്ദേഹം ഈ റിസോർട്ട് നിർമ്മിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും നടപടി സ്വീകരിക്കുന്നില്ല. ഏറ്റവും അവസാന ഘട്ടത്തിൽ അന്ന് കാനം രാജേന്ദ്രനാണ് സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹത്തിന് നേതൃത്വത്തിൽ ചർച്ച നടത്തിയിട്ട് ഞങ്ങൾ വിട്ടുനിൽക്കുമെന്ന് പറഞ്ഞിട്ട് അവര് സെക്രട്ടേറിയറ്റിലുണ്ട്, അവരവരുടെ ഓഫീസുകളിൽ തന്നെ മന്ത്രിമാരിരുന്നു. അവർ പോകാൻ തയ്യാറായില്ല. ആ മന്ത്രിസഭാ യോഗത്തിലാണ് പിന്നീട് ഈ തോമസ് ചാണ്ടിയെ രാജിവെക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രിക്ക് അന്ന് പോകേണ്ടി വന്നത്. പിന്നീട് പല വിഷയങ്ങൾ ഇതേപോലെ മുന്നണിയെ ബാധിക്കുന്ന പല വിഷയങ്ങൾ വന്നപ്പോഴും CPI ആദ്യമൊക്കെ ഒന്ന് കുറയ്ക്കും, പിന്നെ കഴിക്കാത്ത രീതിയിൽ പല വിഷയങ്ങളുണ്ട് അതിനകത്ത്. ഈ ബ്രൂവറി പോലെയുള്ള അതിന്റെ അനുമതി, പോലീസ് നയത്തിൽ കൊണ്ടുവന്ന ചില മാറ്റങ്ങൾ, അത് അത്തരം പല കാര്യങ്ങളുമുണ്ട്. പക്ഷെ ഇത് അവരെ സംബന്ധിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. കാരണം അത്രയ്ക്കും രാഷ്ട്രീയമായിട്ട് അവരെ അപ്രസക്തമാക്കിയ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. മാത്രവുമല്ല ഇത് നടപ്പിലാക്കാൻ പറ്റത്തില്ല എന്നുള്ള ഇടതുപക്ഷ നയത്തെ വെള്ളം ചേർത്തുകൊണ്ട് ബൈപ്പാസ് ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കം നടത്തി. നിങ്ങൾ വലിയേട്ടൻ മനോഭാവം അത് തുടക്കം മുതൽ തന്നെ CPM വെച്ച് പുലർത്താണ്. അതിന് ഇനി തങ്ങൾ നിന്നു കൊടുക്കില്ല എന്ന ഒരു ആർജവത്തോടു കൂടിയുള്ള നിലപാട് ബിനോയ് വിശ്വം സ്വീകരിച്ചു. അതിന്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ ഇത്രയെങ്കിലും എത്തിയത്. അത് CPM വഴങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് തന്നെയാണ്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് ഈ 4 മന്ത്രിമാർ വിട്ടുനിന്നാൽ അത് ചെറിയ രീതിയിലായിരിക്കില്ല സർക്കാരിനെയും പിണറായി വിജയനെ വ്യക്തിപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ബാധിക്കുക. അതുകൊണ്ട് അവരെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് നിങ്ങളുടെ നിലപാടിന് അംഗീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ കേൾക്കാം, അതിനനുസരിച്ചൊരു നയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നടപടിയിലേക്ക് പോകാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്.